ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സീനാസ് വേൾഡിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മത്തങ്ങയും വള്ളിപ്പയറും ചേർത്ത് തയ്യാറാക്കിയ ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇങ്ങനെ ഒരു തോരൻ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വേറൊരു കറിയുടെയും ആവശ്യമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണിത്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. മക്കൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ ഈ മത്തങ്ങയും പയറും കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയൊരു തോരൻ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വരൂ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പീണിക്കയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് നമുക്ക് ഒരു കുഞ്ചു വിരലിൻ്റെ വലിപ്പത്തിലും നീളത്തിലും ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതാ ഇതുപോലെ. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടാവുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് ചൂടായിട്ടൊന്ന് പൊട്ടട്ടെ. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 8 പിരിയൻ മുളകാണ്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള കരിയേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഉഴുന്ന് പരിപ്പിൻ്റെയൊക്കെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവണവേ. അപ്പോൾ വറ്റൽമുളക് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് ചെയ്തെടുക്കാനേ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ വറ്റൽമുളകും പിന്നെ ഇട്ട ഉഴുന്നൊക്കെ നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 10-15 ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്. ഇത് ചതച്ച് തന്നെ ചേർക്കണം കേട്ടോ. അപ്പോഴാണ് ഈ തോരന് വളരെയധികം ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ചതച്ച ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. ഇത്രയും സമയം ലോ ഫ്ലെയിമിലായിരുന്നു. ഇനി ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സായതിന് ശേഷം നമുക്കിത് 1 മിനിറ്റ് നേരം അടച്ച് വയ്ക്കാം. ആ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം. വെന്തുടയാൻ പാടില്ല കേട്ടോ. അപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കുഞ്ഞുവിരലിൻ്റെ നീളത്തിലും വണ്ണത്തിലും കട്ട് ചെയ്തെടുത്ത മത്തനാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ തോരൻ വെച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഇതിലേക്ക് മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. വറ്റൽമുളക് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല കറക്റ്റ് എരിവാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ ഉള്ളിയും വറ്റൽമുളകും എല്ലാം ഈ മത്തനുമായിട്ട് ഒന്ന് യോജിച്ച് വരട്ടെ. ഇനി നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റ് നേരം അടച്ച് വയ്ക്കാം. ഇടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വീണ്ടും അടപ്പിളക്കി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മത്തങ്ങയ്ക്ക് ചെറുതായിട്ട് വേവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് വള്ളിപ്പയർ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നീളത്തിലാണ് അരിഞ്ഞെടുത്തത് കേട്ടോ. ഇവിടെ നമ്മൾ വള്ളിപ്പയർ എന്നൊക്കെ പറയും. ചില സ്ഥലങ്ങളിൽ ഇതിൽ പീച്ചിങ്ങ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം.
ഇടയ്ക്കൊന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ അതാ അടപ്പ് ഇളക്കിയിട്ട് വീണ്ടും ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല പയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയം കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ആ ഇട്ട ഉപ്പ് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവേ. ഒരു അര കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പീനിക്ക് ഒട്ടും ഉടഞ്ഞു പോകരുത് കേട്ടോ, പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇത് ഒന്നും കൂടി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പീണിക്കയും വള്ളിപ്പയറും ചേർത്തുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മത്തങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ വള്ളിപ്പയറും ചേർത്ത് ഒരു തോരൻ തയ്യാറാക്കി നോക്കൂ. കൊച്ചുമക്കൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. വളരെയധികം വൈറ്റമിൻസൊക്കെ അടങ്ങിയ ഒന്നാണ് ഈ വള്ളിപ്പയറും അതുപോലെ തന്നെ മത്തങ്ങയും. അപ്പോൾ കൊച്ചുമക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി തയ്യാറാക്കി കൊടുക്കൂ. അപ്പോൾ അതാ കണ്ടില്ലേ, അപ്പോൾ ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കിയേ. ഉടൻ തന്നെ നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതാ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാണാൻ നല്ല ലുക്കും ഉള്ളതുമായ ഒരു തോരനാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ളൊരു തോരനാണ്. നല്ല മണവുമാണ് കേട്ടോ ഇത് വെച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.